ഇനി കൊല്ലം ജില്ലയിലേക്കാണ്. കൊല്ലത്ത് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റിൽ ട്വിസ്റ്റും കൗതുകവുമുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഡോക്ടർ ആർ ലതാദേവി ചുമതലയേറ്റു. കൊല്ലം ചിറക്കര പഞ്ചായത്തിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഉല്ലാസ് കൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റായപ്പോൾ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിലും ഉമ്മന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലും നറുക്കെടുപ്പിലൂടെയാണ് UDF ഭരണം പിടിച്ചത്. ആർ അരുൺ രാജ് വിവരങ്ങളുമായി ചേരുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ട്വിസ്റ്റ് ഇല്ല, പക്ഷേ മറ്റ് ചിലയിടങ്ങളിൽ ചില ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്. ജയിച്ചാൽ മാത്രം പോരാ, ഭാഗ്യത്തിന്റെ കൂടി ആവശ്യമുണ്ട്. UDFന് അനുകൂലിക്കുന്നു ചില ഭാഗ്യം എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ അരുൺ രാജ്? തീർച്ചയായും ദിൽന, കൊല്ലത്ത് ട്വിസ്റ്റും കൗതുകവും നിറഞ്ഞ കാഴ്ചയാണ് കണ്ടത്. കൗതുകം നിറഞ്ഞ കാഴ്ചയിലേക്ക് ആദ്യം പോകാം നമുക്ക്. ഈ കൊല്ലം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അത് രാഷ്ട്രീയപരമായ വലിയ പിരിമുറുക്കങ്ങളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ കണ്ടത് ആർ ലതാദേവി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് കാണാൻ മന്ത്രിയും അതുപോലെ തന്നെ ഭർത്താവുമായ GR അനിൽ നേരിട്ടെത്തുന്ന കാഴ്ചയാണ്. അവിടെ വെച്ച് ഈ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ഇരുവരും ആശംസകൾ നേരുന്ന കാഴ്ചയെ നമ്മളവിടെ കണ്ടു. ഇതിന് പിന്നാലെയാണ് മുഖത്തലയിലെയും ഉമ്മന്നൂരിലെയും തെരഞ്ഞെടുപ്പുകൾ നടന്നത്. അവിടെ 9 വീതം അംഗങ്ങളാണ് ഉമ്മന്നൂരിൽ UDFനും LDF ഉണ്ടായിരുന്നത്. BJP അംഗം ഈ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ഇത് ഈ ലോട്ടിലേക്ക് പോവുകയായിരുന്നു. ഈ നറുക്കെടുപ്പിലാണ് UDFന് അധികാരം ലഭിച്ചത്. മറ്റൊന്ന് മുഖത്തലയിലാണ്. മുഖത്തലയിൽ 8 വീതം അംഗങ്ങളാണ് UDFനും LDFനും ഉണ്ടായിരുന്നത്. അവിടെയും ഭാഗ്യം UDFനൊപ്പം നിന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ചിറക്കരയിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. 6 അംഗങ്ങളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. 5 വീതം അംഗങ്ങൾ LDFനും UDFനും ഉണ്ടായിരുന്നു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടന്ന ഘട്ടത്തിൽ സ്വതന്ത്രനെ പ്രസിഡന്റാക്കി UDF മുന്നോട്ട് വെച്ച നീക്കം അത് ഒടുവിൽ വിജയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചിറക്കര പഞ്ചായത്തിന്റെ ഭരണവും UDFന്റെ കൈകളിലേക്ക് എത്തി. തഴവയിലാണ് ഒടുവിൽ അടക്കം ക്ലൈമാക്സ്, ഒരു സിനിമാ കഥയെ വെല്ലുന്ന രീതിയിലുള്ള ക്ലൈമാക്സിലടക്കം കാര്യങ്ങൾ പോയത്. LDFന് അപ്രമാദിത്യം ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ LDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ വോട്ട് അസാധുവാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇതേ തുടർന്ന് ഈ വോട്ടെടുപ്പിൽ അവസാന ഘട്ടത്തിൽ ഈ നില 9-9 UDF അംഗങ്ങൾ 9ഉം LDF അംഗങ്ങൾ 9ഉമായി. അങ്ങനെ BJP വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ ഒടുവിൽ അവിടെ ലോട്ടിട്ടു. പക്ഷേ അവിടെ LDFനൊപ്പം ഭാഗ്യം നിന്നു. ഒരുപക്ഷെ അത് ഭാഗ്യം പോലും തുണച്ചില്ലായിരുന്നെങ്കിൽ വലിയ കലാപം പോലും തഴവയിൽ ഉണ്ടാകുമായിരുന്നു. എന്തായാലും അവസാനം വരെ ട്വിസ്റ്റ് നിറഞ്ഞ രീതിയിലാണ് ത്രിതല പഞ്ചായത്തിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് കൊല്ലം ജില്ലയിൽ സമാപിക്കുന്നത്. ആർ അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.